ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്, ബിഡ് എന്താണ്, ആസ്ക് എന്താണെന്ന് പറഞ്ഞു, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്പ്രെഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ പിപ്പ് പറഞ്ഞു, ലോട്ട് സൈസ് പറഞ്ഞു, അതുപോലെ തന്നെ ലെവറേജ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേം എന്താണ്, മാർജിൻ. എന്താണ് മാർജിൻ? നമ്മളൊരു ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിന്ന് ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു എമൗണ്ട് ആണ് മാർജിൻ എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ $1000 ആണ് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് $1000 ആണ്. ഓക്കെ, ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ള എമൗണ്ട്, അത് എത്രയാണ്, $1000. ഇനി ഞാനൊരു ട്രേഡ് എടുക്കുകയാണ്. അപ്പോൾ എന്തായി, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് $250 ലോക്ക് ചെയ്ത് വെച്ചു. അതാണ് മാർജിൻ എന്ന് പറയുന്നത്. ആ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നത് എത്രയാണ്, $250 ആണ്. അപ്പോൾ ഫ്രീ മാർജിൻ എന്താണ്, ബാലൻസ് ഉള്ള എമൗണ്ട്, ആ ട്രേഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ച എമൗണ്ട് അല്ലാതെ ബാക്കിയുള്ള എമൗണ്ട്. 1000 ആണ് എൻ്റെ ബാലൻസ്. അപ്പോൾ അതിന് 250 ആ ഒരു മാർജിൻ ഉപയോഗിച്ചു. ബാക്കി എത്രയാണുള്ളത്, $750 ആണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫീ അല്ല. അതെന്താണ്, നമ്മൾ ട്രേഡ് പൊസിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്കത് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ ബാലൻസ് $1000, മാർജിൻ ഉപയോഗിച്ചിരിക്കുന്നത് $250, ഫ്രീ മാർജിൻ എത്രയാണ്, $750. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു $1000 അക്കൗണ്ട് ആണ്, അതിലെ $250 മാർജിൻ ലോക്ക് ചെയ്ത് വെച്ചു. ബാക്കി എത്രയാണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്, $750 ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടേംസ് നോക്കാം. അടുത്ത ടേംസ് ആണ് ബാലൻസ്, ഇക്വിറ്റി, അതുപോലെ തന്നെ ഫ്രീ മാർജിൻ. നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണുന്ന ടേംസ് ആണ് ഇതൊക്കെ, ബാലൻസ്, ഇക്വിറ്റി, ഫ്രീ മാർജിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മാർജിൻ മുന്നേ പറഞ്ഞു. ഇനി എന്താണ് ബാലൻസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനൊരു ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു, ഞാൻ അതിലൊരു $1000 ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെ ബാലൻസ് എത്രയാണ്, $1000 അല്ലേ? അപ്പോൾ ഇത് എന്താണ്, ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ബാലൻസ് എത്രയാണ് കാണിക്കുക, $1000. ഇക്വിറ്റി എത്രയാണ് കാണിക്കുക, $1000 തന്നെ, കാരണം ഞാൻ ട്രേഡ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ബാലൻസ് തന്നെയാണ് എന്ത്, ഇക്വിറ്റി എന്ന് പറയുന്നത് $1000. മാർജിൻ എത്രയാണ്, 0 അല്ലേ? ഞാൻ ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മാർജിൻ എമൗണ്ട് അവിടെ എടുക്കുക, അല്ലേ? ഇപ്പോൾ എന്താണ്, ട്രേഡ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, അപ്പോൾ 0 ആണ് മാർജിൻ എന്ന് പറയുന്നത്. ഫ്രീ മാർജിൻ എത്രയാണ്, അപ്പോൾ $1000. മാർജിൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് $1000. ഇനി ഞാനൊരു ട്രേഡ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എന്താണ്, $80 പ്രോഫിറ്റിലാണ്, ഫ്ലോട്ടിംഗ് പ്രോഫിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ ഇവിടെ ബ്രോക്കർ എന്ത് ചെയ്തു, $250 മാർജിനായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബാലൻസ് എത്രയാണ് കാണിക്കുക, $1000 തന്നെ, കാരണം എന്താ, ആ ട്രേഡ് എടുത്തിട്ടേ ഉള്ളൂ, അത് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് ബാലൻസ്, $1000 തന്നെയാണ്. ഇക്വിറ്റി എന്താണ്, $80 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1000 + 18 ആണ് എന്ത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് പ്ലസ് ഓർ മൈനസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ $80 പ്രോഫിറ്റ് ആയതുകൊണ്ട് ബാലൻസിൻ്റെ ഒപ്പം $18 കൂടി ആഡ് ചെയ്യാം. മാർജിൻ എത്രയാണ്, $250 ആണെന്ന് പറഞ്ഞു, അല്ലേ? ഈ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ്, $250 ആണ് മാർജിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രീ മാർജിൻ എത്രയാണ്, 750 പ്ലസ് എത്രയാണ്, ഇപ്പോൾ പ്രോഫിറ്റും കൂടി ഉണ്ട്, അല്ലേ? പ്ലസ് 18, അപ്പോൾ $813 ആണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസും ഇക്വിറ്റി മാർജിനും ഫ്രീ മാർജിനും ഈ ഒരു വാല്യൂ ആണ് വരിക. അപ്പോൾ ഈ ഒരു കേസിൽ $80 ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് എന്ന എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയൊരു കേസ് പറഞ്ഞു, അല്ലേ? ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഒരു ഫ്ലോട്ടിംഗ് ലോസിലാണ് പോകുന്നതെങ്കിലോ, ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ആകുമ്പോഴത്തെ കാര്യം പറഞ്ഞു, ഫ്ലോട്ടിംഗ് ലോസ് ആണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലോട്ടിംഗ് ലോസ് $100 ലോസിലാണ് ഞാൻ എടുത്ത ട്രേഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലൻസ് എത്രയാണ്, $1000 തന്നെ, കാരണം എന്താ, ഞാൻ ട്രേഡൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. എത്രയായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന ആ ബാലൻസ് തന്നെ, $1000. ഇക്വിറ്റി എത്രയാണ്, 1000 - 100 അല്ലേ? ബാലൻസ് എത്രയാണ്, 1000. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് $100 ലോസിലാണ്. അപ്പോൾ ഇക്വിറ്റി എത്രയാണ്, 900. മാർജിൻ എത്രയാണ്, ഈ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് $215 ആണ് മാർജിൻ. അപ്പോൾ ഫ്രീ മാർജിൻ എന്ന് പറയുന്നത് 615 അല്ലേ? ഇപ്പോൾ ഫ്രീ മാർജിൻ എന്ന് പറയുന്നത് 750 മൈനസ് എത്രയാണ്, ഫ്ലോട്ടിംഗ് ലോസ് എന്ന് പറയുന്നത് 100. അപ്പോൾ 615 ആണ് എന്ത്, ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ട്രേഡിങ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്ന ടേംസ്, അതിലെ വാല്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രോഫിറ്റ് ആവുന്ന കേസും പറഞ്ഞു, അതുപോലെ തന്നെ ലോസ് ആവുമ്പോഴും എങ്ങനെയാണ് വാല്യൂ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി
ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത ടേംസ് അല്ലേ, അതൊന്നും നമുക്കൊന്നുകൂടി നോക്കാം. ബാലൻസ് എന്താണ്? നമ്മളിപ്പോൾ എല്ലാ ട്രേഡ്സും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്രയാണോ എമൗണ്ട് ഉള്ളത്, ഇപ്പോൾ കറൻ്റ് എത്രയാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത്, അതാണ് എന്ത് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിറ്റി എന്താണ്? ഞാൻ പറഞ്ഞു ബാലൻസ് പ്ലസ് ഓർ മൈനസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് എന്ത് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രേഡൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, കറൻ്റ്ലി ട്രേഡൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് തന്നെയാണ് ഇക്വിറ്റി എന്ത് തന്നെയാണ് ബാലൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സെയിം വാല്യൂ ആയിരിക്കും. ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ബാലൻസിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്. ഓക്കെ, അത് കൂടിയിട്ടുള്ളതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. മാർജിൻ എന്താണ്? മാർജിൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് മാർജിൻ എന്ന് പറയുന്നത് അല്ലേ. ഫ്രീ മാർജിൻ എന്താ? അപ്പോൾ ഇനി ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മാർജിൻ കഴിഞ്ഞ് മാർജിൻ എടുത്ത് ബാക്കിയുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നതാണ് ഫ്രീ മാർജിൻ അല്ലേ. സ്റ്റിൽ അവൈലബിൾ ടു ഓപ്പൺ ന്യൂ ട്രേഡ്സ്, അതാണ് എന്ത് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് പ്ലസ് ഓർ മൈനസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. ഫ്രീ മാർജിൻ എന്താണ്? ഇക്വിറ്റി മൈനസ് മാർജിൻ ആണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും വയ്ക്കും, ടേക്ക് പ്രോഫിറ്റും വയ്ക്കും അല്ലേ. ഓട്ടോമാറ്റിക്കലി ട്രേഡ് ക്ലോസ് ചെയ്യും വിത്ത് പ്രോഫിറ്റ് ഓർ ലോസ്. അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് വയ്ക്കുക എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി ആ ട്രേഡ് എന്താവും? ക്ലോസ് ചെയ്യും അല്ലേ, ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ 3365 ബൈ പൊസിഷൻ എടുത്തു, ബൈ ആണ് എടുത്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഞാൻ എവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? 3360 പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതിലെങ്ങനെയാണ് എന്നെങ്ങനെയാവുക? ഈ 3365 നിന്ന് 3360 എപ്പോൾ എത്തുന്നു അപ്പോൾ എന്താവും? ആ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും വിത്ത് ലോസ് അല്ലേ. ലോസിലാണ്, കാരണം ഞാൻ ബൈ പൊസിഷനാണ് എടുത്തിട്ടുള്ളത്. 3365 അതിന് മുകളിൽ പോയി കഴിഞ്ഞാലാണ് പ്രോഫിറ്റ് അല്ലേ. ഇപ്പോൾ എങ്ങനെയാണ്? താഴത്തേക്കാണ് പോകുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് 3360 അല്ലേ. അപ്പോൾ എന്താണ്? ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും വിത്ത് ലോസ്. അപ്പോൾ എനിക്ക് അത്ര ലോസും മതി, അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേർക്കാണ്. അവിടെ എപ്പോൾ തട്ടുന്നു അപ്പോൾ അത് ക്ലോസ് ആവും. അതാണ് എന്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് പോലെ തന്നെ അടുത്തതാണ് എന്ത് ടേക്ക് പ്രോഫിറ്റ്. ടേക്ക് പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ടേക്ക് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ആ ഒരു ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ചെയ്യും അല്ലേ. എനിക്ക് ഇത്ര പ്രോഫിറ്റ് മതി, അത് എത്തിക്കഴിഞ്ഞാൽ എന്താവണം? ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? TP വയ്ക്കും, ടേക്ക് പ്രോഫിറ്റ് വയ്ക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3000 അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3365 ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ബൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാനിവിടെ എന്താണ് 3375 ടേക്ക് പ്രോഫിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു $10 മൂവ്മെൻറ്റിൽ ഞാൻ എന്താണ് TP സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3365 ഒരു ബൈ പൊസിഷൻ എടുത്തിട്ടുണ്ട്. 3375 ഞാനൊരു TPയും വെച്ചു. അപ്പോൾ എങ്ങനെയാണ്? 3365 നിന്ന് 3375 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ആ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും വിത്ത് പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റിലാണ്, കാരണം ഞാൻ ബൈ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3375 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ആ ട്രേഡ് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് സ്റ്റോപ്പ് ലോസും TPയും വയ്ക്കുക. നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും TPയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ട്രേഡ് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്ത് TPയും സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താണ് ആ ഒരു ട്രേഡ് വൺസ് അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ തട്ടിയിട്ട് എന്താവും? ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഇനി നമുക്ക് മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ലേ. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ മാർക്കറ്റ് എക്സിക്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? കറൻറ്റ് പ്രൈസിൽ എന്താണ് ട്രേഡ് ഓപ്പൺ ചെയ്യും. ബൈ ആണെങ്കിൽ ബൈ, അല്ലെങ്കിൽ സെല്ലാണെങ്കിൽ സെൽ എന്താണ്? കറൻറ്റ് പ്രൈസിൽ എന്താവും? ട്രേഡ് ഓപ്പൺ ആവും. ഇനിയിപ്പോൾ അതല്ല, എനിക്ക് ഈ ഒരു പ്രൈസിൽ വേണ്ട, എനിക്ക് എൻ്റെ ഓർഡർ എന്ത് വേണം? ഒന്ന് പെൻഡിങ്ങിലേക്ക് വെക്കണം. ഈ പ്രൈസ് അല്ല, കറൻറ്റ് പ്രൈസ് അല്ല, അതിന് മുകളിലോ അതിന് താഴെ ഒരു പ്രൈസ് എത്തുമ്പോൾ എന്താണ്? ട്രേഡ് എക്സിക്യൂട്ട് ആവണം. ഓർഡർ പെൻഡിങ്ങിലേക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ഓർഡേഴ്സ് എടുക്കുക? പെൻഡിങ് ഓർഡേഴ്സ് അല്ലേ. ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്. ഈ 4 ഓർഡേഴ്സാണ് എന്ത് പെൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കറൻറ്റ് പ്രൈസിൽ ഇമ്മീഡിയറ്റ്ലി എന്താണ്? ട്രേഡ് ഓപ്പൺ ആവാണ്. ഇപ്പോൾ ഏതാണോ കറൻറ്റ് പ്രൈസ് അതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷനാണ്. പെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോഴാണ് എന്താവുക? ട്രേഡ് എക്സിക്യൂട്ട് ആവുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സെഷൻസിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കവർ ചെയ്ത ടേംസ് അല്ലേ, ഫോറക്സിലെ ടെർമിനോളജീസ് ആണ് ഇപ്പോൾ നമ്മളിന്ന് കവർ ചെയ്തത്. ഏതൊക്കെയാണ്?
ബിഡ് പ്രൈസ്, ആസ്ക് പ്രൈസ്, അതുപോലെ സ്പ്രെഡ്, പിപ്പ്, ലോട്ട് സൈസ്, ലെവറേജ് ആൻഡ് മാർജിൻ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു, ഫോറക്സ് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ, എന്താണ് ഫോറക്സ്, അതുപോലെ കറൻസി പെയർസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ക്യാൻഡിൽസിലേക്ക് കടന്നു, ചാർട്ട്, ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ അല്ലേ, ഒരു ട്രേഡേഴ്സ് ട്രേഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ് എന്ത് ചെയ്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ടെക്നിക്കലിലേക്ക് കടക്കും അല്ലേ. ഇനി നമ്മൾ അടുത്തതിലെ ക്യാൻഡിൽ പാറ്റേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ടെക്നിക്കലിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.